മോളുടെ ഈ മുടി കണ്ടിട്ട് കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കസ്റ്റമർ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം. ബോധപൂർവം അവളുടെ തലമുടി വെട്ടാന്ന് വിചാരിച്ച തലയുടെ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ല അവള്. ഇനി ഒരേ ഒരു പോകും വഴിയേ ഉള്ളൂ, കുറച്ച് മമ്മം കൊടുത്തങ്ങ് മയക്കാൻ കിടത്തും. ഇനി ഒരു കത്രികയും ട്രിമ്മർ എടുത്ത് നമ്മളെ കഴിവിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാ, പുറത്തെടുത്തിടുക. ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ഈ ആമ്പുളരുടെ ഒക്കെ ഈ മുടി ബോയ് കട്ട് ചെയ്യുമ്പോ സൈഡിലൊക്കെ വര ഇടത്തില്ലേ, അങ്ങനെ ഒരു വര ഇടാൻ നോക്കിയത്. അപ്പൊ ഇട്ട് അവസാനം ഉച്ചി മാത്രമേ ഉള്ളൂ മുടി. ഞാൻ അവളെ മാനം മര്യാദയ്ക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മുടി വെട്ടാന്ന് കരുതിയത്. അപ്പൊ അവക്ക് കീറ്റല്, അപ്പൊ അവക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ കുഞ്ഞ് കുറച്ചും കൂടി വലുതായിട്ടാണ് ഞാൻ ഈ പരിപാടി കാണിച്ചു വെച്ചിരുന്നെങ്കിൽ അവൾ എന്റെ കഥം ഹോഘയ നടത്തിയേനെ. ഞാൻ എപ്പം ബിരിയാണി വരച്ചു കൊടുത്താലും ഇതൊക്കെ തന്നെയാണ് ഇവിടെയും അവസ്ഥ. എങ്ങനെ വരച്ചു കൊടുത്താലും അപ്പോഴേ ഉണരും. എന്നിട്ട് ആ കണ്ണിലിട്ട് ഒരു കുത്തല് 2 തീരമലുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, കരഞ്ഞ ആ കരി പടർത്തുക. എപ്പോഴും ഇല്ല, എവിടെയെങ്കിലും ഒരുങ്ങി ഇറങ്ങി പോകാൻ നേരത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതര കലാപരിപാടിയാണ് അത്. ഭൂതകാലത്ത് 3-4 പ്രാവശ്യം ആ മുടി മൊട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ വളർച്ചയുടെ ഗതി നോക്കിയിട്ട് ഭാവി കാലത്ത് മുടി മൊട്ട അടിക്കണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം.